ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് വരുന്ന മോഡൽ, അതായത് ഷർട്ട് മോഡൽ കുർത്തിയാണ്. നെക്കിന് കോളറൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പുള്ള ഒരു കുർത്തിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 മീറ്ററോളം മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ലെങ്ത്ത് അനുസരിച്ച് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ബാക്ക് പീസ് വന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 43 ഇഞ്ചോളം ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ വരുന്നത് 12 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേർ പകുതി 6 ഇഞ്ച് വെച്ചിട്ടാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് താഴത്തേക്ക് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ എടുക്കുന്നതും 6 ഇഞ്ചാണ്. 6 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കുന്ന 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് ചെസ്റ്റിൻ്റെ ഒന്നിച്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ആം ഹോൾ കുഴിച്ച് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് അളവിൻ്റെ ലെങ്ത്ത് എടുക്കാം. ഏകദേശം ഒരു 14 ഇഞ്ചോളാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. ജസ്റ്റ് അവിടെ നമ്മുടെ വേസ്റ്റിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 28 ടോട്ടൽ വരുമ്പോൾ, അപ്പോൾ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 7 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത്. 7 ഇഞ്ചിൻ്റെ ഒന്നിച്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ചെസ്റ്റ് അളവെന്ന് നമ്മുടെ വേസ്റ്റ് അളവിലേക്ക് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഷേപ്പ് കൊടുക്കുക. വേസ്റ്റിൻ്റെ എടുക്കുന്ന താഴത്തേക്ക് ഇതുപോലെ ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. നമുക്ക് എലൈൻ മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഹിപ്പിൻ്റെ അളവൊന്നും വേണ്ട. സൈഡ് ഓപ്പൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹിപ്പിൻ്റെ അളവ് വേണ്ടൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് താഴത്തോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് വരച്ചെടുക്കാം. ഇവിടുന്ന് താഴത്തോളം ജസ്റ്റ് ഒന്ന് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ഷേപ്പിലേ കൂടി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിലത്തെ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ വശമാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ വശത്തെ ഇതുപോലെ ഓപ്പൺ വരുന്നില്ലേ, ഓപ്പൺ വരുന്ന വശമാണ് എടുക്കേണ്ടത്. മറ്റേ ബാക്കിലേക്ക് നമ്മൾ ക്ലോസ് വരുന്ന വശമല്ല എടുത്ത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരുന്ന മോഡലായതുകൊണ്ട് നമുക്കത് ഇതുപോലെ ഓപ്പൺ വരുന്ന വശമാണ് ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ 43 ഇഞ്ചല്ലേ ലെങ്ത്ത് പറഞ്ഞാൽ എന്നു വെച്ചാൽ തയ്യൽത്തുമ്പോൾ അടക്കം ഒരു 44 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ആ 44 ഇഞ്ചോളം ഫുള്ളായിട്ട് ഒരു 4 ഇഞ്ച് വീതിക്കുക ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നമ്മുടെ ബാക്ക് പീസില്ലേ, ആ ബാക്ക് പീസ് നമുക്കിത് ഈ 4 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് 4 ഇഞ്ചോട് ചേർന്ന് വരുന്ന രീതിക്ക് നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ കറക്റ്റായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ബാക്ക് പീസിൻ്റെ ഇതേ അളവിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രണ്ടത്തെ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാക്കി കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്തിൻ്റെ അകലും കഴുത്തിൻ്റെ ഇറക്കമൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 4 ഇഞ്ച് വിട്ടിട്ടുള്ള ഒരളവിൽ നിന്നാണ് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. 2.25 എടുക്കുന്നുണ്ട് കേട്ടോ. 2.25 എടുക്കുന്നുണ്ട്. ഇനി കഴുത്തിൻ്റെ ഇറക്കം ഞാനൊരു 4 ഇഞ്ചാണ് എടുക്കുന്നത്. 4 ഇഞ്ച് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നെക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ കഴുത്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. കഴുത്തൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഈ ഒരു പോയിന്റ് ഇല്ലേ, ഇത് ഈ 4 ഇഞ്ച് വിട്ടില്ല, 4 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ 2 ഇഞ്ച് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം ചെറിയൊരു കട്ട്, 2 മെറ്റീരിയൽ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ നമ്മുടെ 4 ഇഞ്ച് വരുന്ന അവിടെയും ചെറുതായിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ 4 ഇഞ്ച് ഏറ്റവും താഴത്ത് നമ്മുടെ ഉണ്ടാവൂലേ, അവിടെയും ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം. തയ്ക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെയും അതേപോലെ താഴത്തും കട്ടിട്ട് അതിന് ശേഷം നമുക്കത് ഇവിടുന്ന് ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഇവിടുന്നായിട്ട് വരുന്ന രീതിക്ക് ഇതുപോലെ ചെറിയൊരു ഷേപ്പ്, ഒരു താഴത്തേക്ക് ഒരു 2.5 ഇഞ്ച് പീസ് വെച്ചാൽ മതി. ബാക്കി ഇതുപോലെ താഴത്തോളം വരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കത് ഈ ഒരു വരച്ച ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് താഴത്തേക്ക് ആ ഒരു ഷേപ്പ് ഇത് 2ആയിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ
പിടിച്ചതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഫുള്ള് താഴത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇതാ രണ്ട് സൈഡ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ പിടിക്കാം. നേരത്തെ നമ്മൾ നോച്ചിട്ട് കൊടുത്തില്ലേ, ആ നോച്ചത് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു 2 ഇഞ്ച് വീതിക്കുള്ള നോച്ചിട്ടില്ലേ, കറക്റ്റ് ഈ ഒരു സെൻറ്റർ നമ്മൾ 4 ഇഞ്ച് വിട്ടിട്ടുള്ള നോച്ചില്ല, ആ ഒരു നോച്ച് പിടിച്ചിട്ട് ഇതുപോലെ പിടിക്കാം. എന്നിട്ടതാ ഈ ഒരു 2 ഇഞ്ചിൻ്റെ നോച്ചിട്ടില്ല, അവിടുന്ന് ഇവിടത്തേക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നല്ല വശം ഉള്ളിൽ പോകുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് ഇതുപോലെ ആ ഒരു കട്ടില്ല ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ 2 ഇഞ്ചിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഇവിടുന്ന് ഒരു 1/4 ഇഞ്ചായാലും പ്രശ്നമായത് 1/4 ഇഞ്ചായിട്ട് ഇതുപോലെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 സൈഡും നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ഇതുപോലെയാണ് വരല്, ഇതുപോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ടല്ലേ. നമുക്കിത് ഈ ഒരു നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, നമുക്കിത് അത് ആദ്യം തന്നെ കട്ട് ചെയ്താൽ മതിയായിരുന്നു, ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ ഈ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ 2 ഇഞ്ച് ഇതുപോലെ കൊടുത്തില്ല, 2 ഇഞ്ച് വരുന്നിടത്ത് ചെറിയൊരു കട്ട്, ആ 2 ഇഞ്ചിലേക്ക് ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്കത് ഇതൊന്ന് ഉള്ളിലോട്ടേക്ക് ഇട്ടിട്ട് തിരിച്ചെടുക്കാം കേട്ടോ. ഉള്ളിലേക്കിട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു കട്ടത് ഇതുപോലെ വരണം കേട്ടോ. നമുക്ക് അവിടെ ക്യാൻവാസ് വെച്ചിട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടില്ലേ. നമുക്കിത് ഈ 2 പീസും വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ 2 പീസ് ഒരുമിച്ച് വെച്ച് അടിച്ചെടുത്തു. അതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു കേട്ടോ. നമ്മുടെ താഴത്തേക്കുള്ള നോച്ചില്ലേ, ഇതാ ഈ താഴത്തിട്ട ഒരു കട്ടില്ലേ, അപ്പം ആ കട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് കട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് കിട്ടില്ലേ, ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ മറ്റേ വശം, അതായത് നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ട് 2.5 ഇഞ്ച് മടക്കി 4 ഇഞ്ച് മടക്കിയിട്ട് കട്ട് ചെയ്തില്ല, ആ ഒരു പീസാണ് ഇവിടെ താഴത്ത് ഞാൻ കട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. കറക്റ്റായിട്ട് ഇത് ആ ഒരു ലെവലിൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കട്ട് നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇത് നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് വശം അയൺ ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3/4 ഇഞ്ച് എന്നിട്ട് എടുത്ത് നമ്മൾ 2.25 കഴുത്തകലം മാർക്ക് ചെയ്തിട്ട് അവിടെ താഴത്തേക്ക് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തും. ഇത് നമ്മുടെ ഈ ബാക്ക് നെക്കിനോട് നമ്മുടെ ഫ്രണ്ട് വശത്തിന് നല്ല വശം വെച്ച് കൊടുക്കാം. നല്ല വശത്തോട് നല്ല വശം വരുന്ന രീതിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലത്തെ ഓപ്പോസിറ്റ് വശത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ പീസ് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം. ലെങ്ത്ത് ഏകദേശം 11.5 ഇഞ്ചിലാണ് കേട്ടോ എടുത്തത്. പിന്നെ ഇത് ഇവിടത്തേക്ക് കുറച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇവിടേക്ക് കുറച്ച് പീസ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യട്ടെ. ഞാൻ ഇവിടുന്ന് നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് അളവ് വരുന്നത് എൻ്റെത് 8 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. ഞാനൊരു കുറച്ചൊരു ചെറിയൊരു ഫ്രില്ല് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു 11 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. 11 ഇഞ്ചോളം ഞാൻ എടുത്തു കേട്ടോ. 4 പീസും 11 ഇഞ്ചിലാണ് വരുന്നത്. 11 ഇഞ്ച് എടുത്തു. ഇനി 11 ഇഞ്ചിൽ നിന്ന് ഞാൻ താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. 3 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു. അതിനുശേഷം താഴ്വശത്ത് നമുക്ക് കുറച്ച് ചുരുക്ക് നിന്നോട്ടേ എന്ന് വിചാരിച്ച് ഒരു 10 ഇഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ 3 ഇഞ്ചിൽ നിന്ന് ഈ 10 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. അതിന് ശേഷം എന്താ ഈ 3 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ സ്ലീവ് വരച്ചെടുക്കാം കേട്ടോ. ഞാൻ ചെറിയൊരു സ്ലീവിന് ചെറിയൊരു ഷേപ്പ് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കൊടുത്തും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വലിയ ഫ്രില്ലൊന്നും കിട്ടില്ല, എന്നാൽ ചെറിയ രീതിക്ക് എടുക്കാം കേട്ടോ. ഇത്രയും സ്ലീവ് വന്നിട്ടുള്ളൂ. ഞാൻ മദർ ആൻഡ് ഡോട്ടർ കോംബോ ചെയ്യാൻ മോൾക്കും കൂടി അങ്ങനെ 4 മീറ്റർ വാങ്ങിയതാണ്. അപ്പോൾ കുറച്ച് മെറ്റീരിയൽ ഷോർട്ട് ആയതുകൊണ്ടാണ് കേട്ടോ സ്ലീവ് ഇതുപോലെ എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് താഴത്ത് നമ്മൾ വെക്കുന്ന അലാസ്റ്റിക്കാണ് കേട്ടോ. അതിന് മുമ്പേ നമ്മൾ സ്ലീവ് രണ്ടായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം. താഴ്വശത്ത് ഞാൻ ഇതുപോലെ അത് മടക്കിയെടുക്കുന്നത്. ഇതാണ് അലാസ്റ്റിക്. നമ്മുടെ അലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പാകത്തിന് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം കുറച്ചിങ്ങനെ മടക്കിയിട്ട്
ഇതുപോലെ കുറച്ച് വലുതായിട്ട് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി അലാസ്റ്റിക്കിൽ നമ്മുടെ കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് 9 ഇഞ്ചാണ് വരുന്നത്. ഞാനൊരു 10 ഇഞ്ചിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുത്ത് ഈ ഒരു അറ്റം നമ്മൾ പിന്നോട്ട് കുത്തിയിട്ട് ഈ ഒരു സൈഡിലേ വരുന്നില്ലേ, ആ ഒരു അറ്റം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തും. അതിനുശേഷം നമുക്ക് മെറ്റീരിയലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മാർക്കില്ലേ അതുവരെ നമുക്ക് നല്ല വൃത്തിയിൽ ഇതുപോലെ ഒന്ന് മെറ്റീരിയലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അത്ര മതിയാവും ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ഇങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. ഇത്ര മതിയാവുമോ എന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്കത് ഈ ഒരു സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി വന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അതിനുശേഷം സ്ലീവ് ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ ചെറിയ നോച്ചിട്ട് കൊടുത്തു. ആ നോച്ചും കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ഫ്രിൽസ് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഒരു 2-3 ഫ്രില്ലിടാൻ വേണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായ രീതിക്ക് ഇതുപോലെ മടക്കി ഒരു 3 ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. 3 അതിലധികം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. ഒരു 3 ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് കിട്ടുന്നുണ്ടോ. നമുക്ക് അധികം വരുന്നുണ്ടെങ്കിൽ ഒരു ഫ്രില്ലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം എനിക്കിപ്പോൾ കറക്റ്റ് വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ രീതിക്കും ഒരെണ്ണം കൂടി ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ലാസ്റ്റ് ഇവിടെ അടിച്ചെത്തി. ഇനി ഇതേപോലെ നമ്മൾ ഇവിടം വരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത് ഇങ്ങോട്ടേക്കും ബാക്കിലേക്കും ഒരു 4 ഫ്രില്ല് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡും കൂടി ജോയിൻ ചെയ്തെടുത്താൽ മതി. നമുക്കത് ഇതുപോലെ എന്നിട്ട് ഫ്രില്ല് കിട്ടല് ഇതേപോലെ ഓപ്പോസിറ്റ് വശത്തേക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്ലീവൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. നമുക്ക് കോളർ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എത്ര വരുന്നത് നോക്കാം. അതിൻ്റെ അളവ് കറക്റ്റായിട്ട് അളവ് എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡിഫറൻസ് വരും. അപ്പോൾ ഈ ഒരു കട്ട് കണ്ടില്ല, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു കട്ടില്ലേ, ഈ ഒരു കട്ട് മുതൽ ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു കട്ടില്ലേ, ഈ ഒരു കട്ട് വരെയുള്ള അളവാണ് എടുക്കേണ്ടത്. നിങ്ങൾക്കത് ഇതുപോലെ കട്ടും ഒരുമിച്ച് പിടിച്ചിട്ട് ഈ ഒരു നെക്ക് ഇതുപോലെ പിടിച്ചിട്ട് എത്ര വരുന്നത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിന് ഇങ്ങനെ എടുത്തെടുത്ത് പോവാട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന 7.4 പറയുമ്പോൾ ഫുൾ റൗണ്ടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 14.5 ആന്നിട്ട് വരുന്നത്. നമ്മുടെ കഴുത്തിൻ്റെ ഫുൾ റൗണ്ട് നമ്മൾ ഇവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 14.5 എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ഇവിടെ സ്കെയിലോടൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നത്. ഇപ്പം ഇത് ഗ്ലേസിംഗ് ഉള്ള വശം ഗ്ലേസിംഗ് ഇല്ലാത്ത വശമുണ്ട്. ഇതാണ് നമ്മുടെ ഗ്ലേസിംഗ് ഉള്ള വശം. ആ ഒരു വശത്ത് വരക്കണ്ട കേട്ടോ. ഓപ്പോസിറ്റ് വരുന്ന വശത്ത് വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് 7.4 കേട്ടോ. നേരത്തെ നമുക്ക് കിട്ടിയത് 7.4 വരുമ്പോഴാണല്ലോ ഫുള്ളായിട്ട് വരുമ്പോൾ 14.5 കിട്ടുന്നത്. അപ്പോൾ 7.4 വേണ്ടു നമുക്ക്. അതിന് മുന്നേ ഇതുപോലെ വെച്ചിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. നമ്മൾ ഇത് ക്യാൻവാസിലൊക്കെ നമ്മൾ കോളറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെൻ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള പോയിന്റും കാര്യങ്ങളും കിട്ടും. നമ്മൾ എടുക്കുന്നത് 7.4 7.4 ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി അവിടുന്ന് 3 ഇഞ്ചാണ് നമ്മൾ താഴത്തേക്കുള്ള വീതി എടുക്കുന്നത്. 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ 3 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു 3 ഇഞ്ചിലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതുപോലെ ഇവിടുന്ന് കറക്റ്റ് നോക്കട്ടെ. 7.4 നോക്കണേ. 7.4 നോക്കിയ ശേഷം ഇവിടെ നമ്മൾ 3 ഇഞ്ച് ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുത്തില്ലേ. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ മുകൾ വശത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുക. അതിപ്പോൾ ഈ താഴത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 1/2 ഇഞ്ച് ഈ 1/2 ഇഞ്ചിലേക്ക് ഒരു ഷേപ്പ് കൊടുക്കുക. ജസ്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ചെറിയൊരു ഷേപ്പ് കൊടുത്തു. അതിന് ശേഷം ഇവിടുന്ന് ചെറുതായിട്ട് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക.
ചെറിയൊരു ഷേപ്പ് കൊടുത്തു. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മെറ്റീരിയൽ എടുക്കുക. മെറ്റീരിയലിൻ്റെ മോശം വശത്തോട് നമ്മൾ ഇതിൽ ആ ഗ്ലേസിങ്ങിലെ വശത്ത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഇതുപോലെ ഈ മുകൾ വശം ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു പീസിൻ്റെ മുകളിൽ ഈ ഒരു ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം കുറച്ച് മുകളിൽ നിന്ന് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ളായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഒരു പോയിന്റിന് കുറച്ച് മുകളിലായിട്ട് വരുന്ന രീതിക്ക് നിർത്തി കൊടുക്കാം സ്റ്റിച്ച് കേട്ടോ. ഇവിടെ നിർത്തി കൊടുത്തു. അതിന് ഒരു സ്റ്റിച്ച് താഴെ, അടുത്ത സ്റ്റിച്ചിൽ താഴത്തേക്ക് വരുന്ന രീതിക്ക് വേണം വരാൻ വേണ്ടിയിട്ട്. നമ്മൾ പോയിന്റ് ചെയ്തില്ലേ, അത് ഈ ക്യാൻവാസിൻ്റെ അറ്റത്ത് വരുന്ന രീതിക്ക് വേണം നിർത്താൻ വേണ്ടിയിട്ട്. ചെറിയൊരു പീസ് നൂലെടുക്കാം. ആ നൂലെടുത്തതിന് ശേഷം ആ നൂലൊന്ന് രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും രണ്ടായിട്ട്, നാലായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കി വീണ്ടും അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് ഇത് ഇതുപോലെ എടുത്തും. അതെന്തിനാ വെച്ചാൽ ഈ ഒരു പോയിന്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഈ ഫൂട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ ഈ ഒരു പീസ് നമുക്കിതാ ഇതുപോലെ, ഇത് രണ്ടും ഇതുപോലെ ഇങ്ങനെ വരുന്ന രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ വരുന്ന രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു സ്റ്റിച്ച്, അത് നമുക്ക് മോട്ടർ ആണെങ്കിൽ ചവിട്ടി എടുക്കാണ്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ടാൽ മതി. ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്കതിപ്പോൾ ഈ ഒരു സൈഡ് അതിന് സ്റ്റിച്ച് ചെയ്യാലും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സൈഡിലുള്ള നൂലില്ലേ, നമ്മുടെ ഈ ഒരു വശത്തുള്ള നൂലും അത് ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു നൂലിൻ്റെ ഒന്നിച്ച് തന്നെ ഇതുപോലെ ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഇവിടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് നിർത്തണം. അടുത്ത സ്റ്റിച്ച് നമുക്കിത് ഇവിടെ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞത്. നമുക്ക് അതുപോലെ തന്നെ ആ നൂലുകൊണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിത് ഇവിടെ സ്റ്റിച്ച് ഇട്ടെടുത്തു. നമ്മൾ ഇത് നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. നൂലത് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് ഓപ്പോസിറ്റത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇടാം. ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ഈ ഒരു നൂലെടുത്തിട്ട് നമുക്കിതാ എന്താ ചെയ്യാം, ഈ ഉള്ളിലേക്ക് കൊടുത്തില്ലേ അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടം വരെ. ഇനി നമുക്ക് ബാലൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ ഇതിപ്പോൾ നല്ലോണം ഒരുപാട് ഇല്ലോണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചെറിയ രീതിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. വെച്ചിട്ട് ഈ ഒരു പോര് ഇങ്ങനെ കുത്തി കുത്തി എടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ നൂല് വെച്ചോട് ഇത് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്കത് ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ട് അതിന് ശേഷം ഈ നൂലിന് ഒരെണ്ണം പിടിച്ചിട്ട് ഇതുപോലെ വലിച്ചാലും അത് പോയി. അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് വശത്ത് ഇതുപോലെ പിടിച്ചിട്ട് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടാണ്. അതിന് ശേഷം ഇത് നേരെ സെൻറ്റർ ടു സെൻറ്റർ ഇതുപോലെ പിടിച്ചു കൊടുക്കാം കേട്ടോ. സെൻറ്റർ ടു സെൻറ്റർ ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്കത് ഇവിടെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ പിടിക്കാം. ഒരുപോലെ പിടിച്ചിട്ട് ഇതാ ബാക്ക് നെക്കിൻ്റെ ഭാഗത്തായിരിക്കും നമ്മുടെ സെൻറ്റർ വിരൽ. ഇതുപോലെ കറക്റ്റ് പിടിച്ചതിന് ശേഷം ഈ ഒരു സെൻറ്ററിലും ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് അടിച്ചെടുക്കുന്നത്. ഈ ഒരു സെൻറ്റർ വെച്ചു. ആ ഒരു സെൻറ്ററിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഇതുപോലെ വെച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു സെൻറ്റർ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നും അധികം വലിച്ചു പിടിക്കാണ്ട് തന്നെ നമുക്കത് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഫില്ലാവണം കേട്ടോ. അതുപോലെയാണ് ചെയ്തത്. വലിച്ചു പിടിക്കാണ്ട് മല്ല മല്ല ടൈം എടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് കിട്ടിയില്ലേ നോക്കാം കേട്ടോ. നമുക്ക് കറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് വശവും ഒന്ന് അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പീസ് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല
വശത്തേ കൂടിയുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ടൊന്ന് ഇട്ടെടുക്കാം. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് അതിന് മുമ്പ് നമുക്ക് എത്ര പോലെ ഈ ഒരു മടക്ക് വേണ്ടെന്നൊക്കെ നോക്കാം. കറക്റ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അയൺ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് സെറ്റായിട്ട് നിന്നോളൂ കേട്ടോ. ഇതുപോലെ എനിക്ക് കുറച്ചൊരു ഇത്ര മതിയെന്ന് തോന്നുന്നു. ഓപ്പൺ ഇതുപോലെ ഇത്ര പോലെ കോളറ് മതി എന്നാണ് തോന്നുന്നത് കേട്ടോ. നെക്കിൻ്റെ ഇറക്കം എത്ര നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതാ ഫ്രണ്ടിൽ എന്താ ഒരു അരയിഞ്ചിൻ്റെ മുകളിൽ ഒരു അരയിഞ്ച് വെതിരേതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു അറ്റത്തെ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമുക്കിത് ഇവിടെയാണ് നെക്കിൻ്റെ ഇത് വരുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഓപ്പൺ ഇപ്പോൾ ലാസ്റ്റ് കുടുക്ക് വരുന്നത് ഇവിടെ ആയിരിക്കും. അല്ലാതെ കുറച്ച് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടം വരെ അടിച്ചെടുത്താലും മതി. ഇത് ഇവിടം വരെ അടിച്ചിട്ട് ഇവിടെ ഒരു കുടുക്ക് വെക്കുന്ന രീതിക്ക് ഇതുപോലെ ഓപ്പൺ വരുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഉണ്ടല്ലോ ഈ ബട്ടൺ വെക്കുന്നതിന് കുറച്ച് താഴെ മുതലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ മുതൽ ജസ്റ്റ് ലോക്ക് ഇട്ട് തുടങ്ങാം. ശേഷം കുറച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് താഴത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്ത നമ്മൾ സൈഡത്തെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു കേട്ടോ. അതിന് താഴത്തോളം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ എടുത്തുന്ന മോളായതുകൊണ്ട് അതിൻ്റെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അവൾ ചെറുതായതുകൊണ്ട് വേറെ ആരും എടുത്തരാനുണ്ടായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്നിട്ട് ഇങ്ങനെ എടുത്തത്. ജസ്റ്റ് ഫോട്ടോ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.